അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പ്രിയമുള്ള കൂട്ടുകാരെ, പീസ് റേഡിയോ ശ്രോതാക്കളെ, അൽഹംദുലില്ലാഹ് മറ്റൊരു ബലിപെരുന്നാൾ സുദിനത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. മുസ്ലിങ്ങളുടെ രണ്ട് ആഘോഷമായ ഒന്ന് ഈദുൽ അദ്ഹ, ആ ഒരു ഈദുൽ അദ്ഹയുടെ തലേ ദിവസമാണ് ഇപ്പോൾ നമ്മളുള്ളത്. പീസ് റേഡിയോയിൽ ബലിപെരുന്നാൾ ദിന പരിപാടികളൊക്കെ ഗംഭീരമായി അൽഹംദുലില്ലാഹ് തുടങ്ങാനിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു സന്ദർഭത്തിലാണ് പൂമരത്തണലിൽ ഞാൻ, അതുപോലെ തന്നെ തൗഫീഖ് അസ്ലം, അതേപോലെ തന്നെ നമ്മളൊപ്പം 4 കൂട്ടുകാരും ഈ ഒരു പൂമരത്തണലിൽ ഒത്തുചേരുന്നത്. കൂട്ടുകാരുടെ പേരുകളൊക്കെ ഒന്ന് പറയൂ. ഓക്കെ, ഈ 4 കൂട്ടുകാരും നമ്മളോടൊപ്പം ചേരുന്നത്. ഇവരോട് നമുക്ക് പെരുന്നാളിന്റെ വിശേഷങ്ങളൊക്കെ ചോദിച്ചറിയാം. അതുപോലെ നാളത്തെ പെരുന്നാളിന്റെ ഒരുക്കങ്ങളിലേക്ക് അല്ലെ, രാത്രിയാകുമ്പോൾ മുന്നൊരുക്കങ്ങള്, നാളെ പെരുന്നാളിന് പോകുന്നതിന് മുമ്പ് സാധാരണ എന്തൊക്കെയാണ് നമ്മുടെ വീട്ടിൽ ഒരുങ്ങാറുള്ളത് എന്നാണ് നമ്മൾ ഇൻഷാ അല്ലാഹ് കൂട്ടുകാരൊപ്പം ചർച്ച ചെയ്യുന്നത്. അതെ, നമുക്ക് ഈ ബലിപെരുന്നാൾ എന്നാണല്ലോ നമ്മൾ പറയാം അല്ലെ. ചിലപ്പോഴൊക്കെ വലിയ പെരുന്നാളൊക്കെ പറയൂലേ നമ്മൾ സാധാരണ വലിയ പെരുന്നാൾ, വലിയ ചെറിയ പെരുന്നാൾ, പിന്നെ ഈദുൽ ഫിത്തർ ചെറിയ പെരുന്നാൾ. അങ്ങനെ ഒരു പ്രയോഗം എങ്ങനെ വന്നതായിരിക്കും? പ്രയോഗം സാധാരണ നമ്മള് ഹജ്ജ് പെരുന്നാൾ പറയാറുണ്ട്, ലേഖടില്ലേ? ഹജ്ജിന്റെ സമയമായതുകൊണ്ടല്ലേ. അതോടൊപ്പം തന്നെ ബലി പെരുന്നാൾ എന്നും പറയാറുണ്ട്, ഇല്ലേ? നിങ്ങളെങ്ങനെ പറയല്? വലിയ വേണ്ടോ, നമ്മൾ പറഞ്ഞ പോലെ തന്നെയാണ്. ഒരു എന്താണ്, രണ്ടുമല്ലേ പറയല്? വലിയ ഒരു പറയല് വലിയ പെരുന്നാളെന്നാണ്. ശരിക്കും എന്താണ് ബലി പെരുന്നാളാണ്. ബലി പെരുന്നാളും പിന്നെ ഈദുൽ ഫിത്തർ അല്ലേ. സ്വാഭാവികമായിട്ടും നമ്മുടെ ഭാഷയിലൊക്കെ എന്താണ് വലിയ പെരുന്നാൾ ലാസ്റ്റ്, വലിയ പെരുന്നാൾ ലാസ്റ്റ്, വലിയ പെരുന്നാൾ ഏതാണ്? ഇത് വലുതാകുമ്പോൾ അപ്പുറത്ത് രണ്ടും ശരിക്കും അങ്ങനെ പ്രയോഗമല്ലല്ലോ. രണ്ടും നമുക്ക് തന്നെയാണ്. മുസ്ലിങ്ങൾക്ക് ഏറ്റവും വലിയ 2 ആഘോഷങ്ങളാണുള്ളത്. ഏതൊക്കെയാണ്? ഈദുൽ ഫിത്തറും ഈദുൽ അദ്ഹയും അല്ലേ. ഇൻഷാ അല്ലാഹ്. അപ്പോൾ ദുൽഹിജ്ജ 9-ലാണ് ഇപ്പോൾ നമ്മൾ 10-ലേക്ക് പ്രവേശിച്ചു അല്ലേ. ദുൽഹിജ്ജ 10-നാണ് നമ്മൾ പെരുന്നാൾ ആഘോഷിക്കുന്നത്. ഇന്ന് ഈ ഒരു ദുൽഹിജ്ജ 9-ൽ നമ്മൾ എന്ത് ചെയ്തു? അറഫ നോമ്പ് നോറ്റു. അറഫ നോമ്പ് എന്ന് പറയുന്നത് ഒരുപാട് പുണ്യമുള്ള ഒരു നോമ്പാണ് അല്ലേ. സുന്നത്ത് നോമ്പുകളിൽ വളരെ ശ്രേഷ്ഠമായ ഒരു നോമ്പ്. അതിൻ്റെ പുണ്യമൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് അല്ലേ. നമ്മുടെ വരാനിരിക്കുന്നതും അതുപോലെ കഴിഞ്ഞതുമായ ഒരു വർഷത്തെ പാപങ്ങൾ പൊറുക്കപ്പെടുന്ന ഒരു പ്രത്യേക നോമ്പാണ് അൽഹംദുലില്ലാഹ് നമ്മൾ ഇന്ന് അനുഷ്ഠിച്ചത്, അറഫ നോമ്പ്. നിങ്ങൾ നോക്കാറുണ്ടോ? കഴിഞ്ഞ വർഷം നോറ്റിട്ടുണ്ടോ അറഫ നോമ്പ്? ഇല്ല, നോറ്റിട്ടുണ്ടോ? അല്ലേ. പൊതുവെ നമ്മുടെ കുടുംബങ്ങളൊക്കെ എല്ലാവരും തരും അറഫ നോമ്പ് നോക്കാറുണ്ടാവും അല്ലേ. അത്ര പുണ്യമുള്ളതാണ്. റമദാനിൽ നമ്മൾ നോമ്പ് നോക്കാറുണ്ടല്ലോ, അത് നിർബന്ധ നോമ്പാണ്. ഇത് സുന്നത്താണ് എങ്കിലും എന്താണ് വളരെ ശ്രേഷ്ഠതയുള്ള നോമ്പ്. കാരണം പിന്നെ അറഫ എന്നുള്ള നമുക്ക് ഹജ്ജിന്റെ പ്രധാനപ്പെട്ട ഒരു കർമ്മമാണ് അറഫ എന്നുള്ളത്. എല്ലാ ഹാജിമാരും ലക്ഷമിയിലെ ഹോസ്പിറ്റലിലെ ആൾക്കാർ എന്ത് വരും, അവരെ വണ്ടിയിൽ കൊണ്ടുവന്ന് അറഫയിൽ നിർത്തി തിരിച്ചു കൊണ്ടുപോകണം. അത്ര പ്രാധാന്യമുള്ള ഒരു ദിവസമാണ് എന്ത് ഹജ്ജ്. എന്നാൽ അറഫയാണ്, ഹജ്ജു അറഫ എന്ന് കേട്ടിട്ടില്ല അല്ലേ? പഠിച്ചില്ല മറസിലൊക്കെ അല്ല. ഹജ്ജു സാധാരണ നമ്മുടെ ദുൽഹിജ്ജ 1 അല്ലേ, ആ മാസപ്പിറവി കണ്ട ഉടനെ നമ്മൾ ആലോചിക്കുക എന്താണ്, ആ പെരുന്നാളിന്റെ തലേ ദിവസമാണ് അല്ലേ. പെരുന്നാളിന് വേണ്ടി ഒരുക്കങ്ങൾ. അതെ, ആ തലേ ദിവസം എന്നാന്നുള്ള നമ്മൾ നോക്കും അല്ലേ. അന്ന് സ്കൂൾ ഉണ്ടോ എന്നൊക്കെ നോക്കും ചെയ്യും അല്ലേ. ആ ദിവസത്തിലാണ് നമ്മൾ എത്തി നിൽക്കുന്നത്. അതെ അതെ. അപ്പൊ എന്തായാലും തലേന്ന് നമുക്ക് സ്കൂളൊക്കെ അവധിയാണ് അല്ലേ. നാളെ തിങ്കളാഴ്ച ഇൻഷാ അല്ലാഹ് പെരുന്നാളാണ്. അപ്പൊ ഈ രാത്രിയിൽ നമ്മൾ എന്തൊക്കെയായിരിക്കും പെരുന്നാളിന് വേണ്ടി ഒരുങ്ങുക, എന്തൊക്കെയായിരിക്കും ചെയ്യുക? എന്താ രാവിലെ പറയട്ടെ അല്ലേ. സാധാരണ നിങ്ങളൊക്കെ ഓരോ വീട്ടിൽ നിന്ന് വരുന്നവരാണ്. നിങ്ങളെ വീട്ടില് എന്തൊക്കെ ഒരുക്കങ്ങളാണ് ഇന്നത്തെ ദിവസം ചെയ്യാറുള്ളത്? ഞങ്ങള് മൈലാഞ്ചി ഇടും അല്ലേ. സാധാരണ പെൺകുട്ടികളൊക്കെ എന്ത് ചെയ്യാറുണ്ട്, മൈലാഞ്ചി ഇടാറുണ്ട്. പിന്നെ നാളത്തെ പെരുന്നാളിന് വേണ്ടിയിട്ടുള്ള ഡ്രസ്സുകളൊക്കെ ഇസ്തിരി ഇട്ട് വെക്കും. എല്ലാരും കൂടി ഇന്ന് കൂട്ടായിട്ട് തെക്കുബീറൊക്കെ ചൊല്ലും. മാഷാ അല്ലാഹ്. പിന്നെ നേരത്തെ ഉറങ്ങും. നല്ലൊരു പോയിന്റ്. ഇതൊക്കെ ഒരുങ്ങി അവസാനം 1 മണി 2 മണിയൊക്കെ ആയാലേ സാധാരണ അല്ലേ. നിങ്ങള് സാധാരണ വീട്ടിലൊക്കെ കാണാറുള്ളത് എന്താണ്, ഇസ്തിരിയൊക്കെ ഇട്ട് എല്ലാ പണിയും കഴിഞ്ഞ് പിന്നെ ഭക്ഷണം കഴിച്ച് ഉറങ്ങുമ്പോഴത്തേനൊക്കെ ഇപ്പോഴത്തെ സ്ത്രീകളൊക്കെ അടുക്കളയിലേക്കാണ്. ഒരുപാട് വൈകും. അങ്ങനെ സംഭവിക്കുക. രാവിലെ എഴുന്നേൽക്കാൻ വൈകുന്നു മാത്രല്ല, ചിലപ്പോ എന്ത് ചെയ്യും, ഈദ്ഗാഹിലേക്ക് പോകാൻ നമ്മൾ എന്ത് ചെയ്യും, വൈകുന്ന അവസ്ഥ ഉണ്ടാവും. റസൂലുള്ളാഹി പറഞ്ഞ നേരത്തെ ഈദ്ഗാഹിലേക്ക് എത്തുക എന്നുള്ളത് അല്ലേ. ചില സമയത്തൊക്കെ നിങ്ങളെ കാണാറില്ലേ, ഈദ്ഗാഹിലേക്ക് കാണുമ്പോൾ അവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്യും, ഓരോരുത്തർ ഓടി വരുന്നുണ്ടാവും വീട്ടിൽ നിന്ന്, രണ്ടുപേരും കൂടി വരുന്നുണ്ട് അല്ലേ. അവർ നേരെ വന്നിട്ട് എന്ത് ചെയ്യാണ്,
തെക്ബീർ നേരത്തെ എത്തണ ഈ തലേ ദിവസം മുതലുള്ള ശ്രദ്ധിക്കണം ഇന്ന് കാര്യങ്ങള്. ഇന്ന് എന്ത് ചെയ്യണം, നമ്മൾ കൃത്യമായിട്ട് എന്ത് ചെയ്യണം, നേരത്തെ ഉറങ്ങാൻ നോക്കണം. മനസ്സിലായല്ലോ? അതെ. പിന്നെ ഈ ബലിപെരുന്നാളുമായി ബന്ധപ്പെട്ട് നമ്മൾ എപ്പോഴും ഇപ്പൊ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ ഓർമ്മിച്ചതാണ്, എങ്കിലും ഇന്നത്തെ ദിവസം ഒന്നുകൂടി നമ്മൾ ഈ ഒരു ആഘോഷത്തിന് പിന്നിലുള്ള ഓർമ്മകളൊക്കെ ഏത് പ്രവാചകനുമായി ബന്ധപ്പെട്ടാണ്? ഇബ്രാഹിം നബി അലൈഹിസ്സലാം മാത്രാണോ? ഇസ്മായിൽ നബി അലൈഹിസ്സലാം കുടുംബം അല്ലെ, ഇബ്രാഹിം നബിയും അദ്ദേഹത്തിന്റെ കുടുംബവുമായി ബന്ധപ്പെട്ട കുറെ ചരിത്രങ്ങളും ഹജ്ജുമായി ബന്ധപ്പെട്ടാണല്ലോ. അതെ അതെ അതെ. അപ്പൊ അതൊക്കെ ഉൾക്കൊള്ളുന്ന ഒരു സന്ദർഭമാണ്. അപ്പൊ നമുക്ക് ഓർമ്മയുണ്ടാവൂല ആ ചരിത്രം എന്താണ്. ഇപ്പൊ ഈ ബലി പെരുന്നാൾ, എന്താ ബലി എന്നൊക്കെ വരാൻ കാരണം നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, അത് വലിയനാളായ ബലി പെരുന്നാൾ. എന്തുകൊണ്ട് അങ്ങനെ പേര് വരാൻ കാരണം? അള്ളാഹു എന്താ പറയാ ഇബ്രാഹിം നബിക്ക് എന്താ പറയാ സ്വന്തം കാണിച്ചു കൊടുത്തു. സ്വന്തം മകനെ കാത്തിരുന്നിട്ടുണ്ടായ മോനെ, ഒരുപാട് കാത്തിരുന്നു അല്ലെ, ഒരുപാട് പ്രായം ചെന്നുണ്ടായ മോനാണ് ആര്? ഇസ്മായിൽ നബി. അത് മോനോട് പറഞ്ഞപ്പോ മോൻ പറഞ്ഞ അള്ളാഹു പറഞ്ഞാണെ വേഗം അള്ളാഹു പറഞ്ഞാണെങ്കിൽ അത് ഞാൻ ക്ഷമയോടുകൂടി സ്വീകരിച്ചോളാം എന്ന് പറഞ്ഞു. ആ സംസാരം അല്ലെ മകൻ പറഞ്ഞത് ശരിക്കും എന്താണ്? ഇബ്രാഹിം നബിന്റെ പ്രാർത്ഥനയാണ്. അറിയില്ലേ? ഇബ്രാഹിം നബി പ്രാർത്ഥിച്ചെന്താണ്? എനിക്കൊരു കുട്ടിനെ കൊണ്ടാണല്ല പറഞ്ഞുള്ളത് അല്ലെ, ക്ഷമാശീലനായ സഹനശീലനായ ഒരു കുട്ടിയെ കൊണ്ടാന്ന് അവർ പ്രാർത്ഥിച്ചു. അള്ള എന്ത് ചെയ്ത് കൃത്യമായിട്ട് കുട്ടിയെ ഒരുപാട് പ്രായമായിട്ട് എന്ത് ചെയ്ത് കുട്ടിയെ കൊടുത്തെന്ന് മാത്രമല്ല, ആ കുട്ടി ഇബ്രാഹിം നബി പ്രാർത്ഥിച്ച പോലെ തന്നെ ക്ഷമാശീലനായ സോലിഹായ മകനാന്നുള്ളത് അവിടെ തെളിയിച്ചു കൊടുത്തു അല്ലേ. കാരണം അറക്കാൻ പറഞ്ഞപ്പോൾ എന്ത് ചെയ്ത് പേടിച്ചോട് അല്ലെങ്കിൽ കരഞ്ഞിട്ടില്ല. എന്ത് ചെയ്തത്? അള്ളാന്റെ കൽപ്പനയാണെങ്കിൽ നിങ്ങൾ ചെയ്തോളൂ എന്ന് ആര് പറയാണ് അല്ലെ, ക്ഷമിക്കാനും സഹിക്കാനും. എന്നിട്ട് ഇബ്രാഹിം നബി അലൈഹി സ്വലാം അറുത്തോ മകനെ? പകരം ഒരു ബലിമൃഗത്തെ നൽകിക്കൊണ്ട് അല്ലെ അറക്കാൻ വേണ്ടി ആ നിലക്ക് കൽപ്പന നൽകി. അപ്പോ ആ ഒരു ഓർമ്മകൾ അയവിറക്കിക്കൊണ്ടാണ് നമ്മൾ എന്ത് ഈ ബലിപെരുന്നാൾ ആഘോഷിക്കുന്നത്. അൽഹംദുലില്ലാ. അപ്പോൾ ഈ പറഞ്ഞതുപോലെ ആ ഇസ്മായിൽ നബി അലൈഹിസ്സലാം എന്ന മകനിൽ നിന്ന് ഇബ്രാഹിം നബി അലൈഹിസ്സലാം എന്ന ഉപ്പയിൽ നിന്നൊക്കെ ഒരുപാട് പാഠങ്ങൾ നമ്മൾ കൂട്ടുകാർക്കും കുട്ടികൾക്കൊക്കെ പഠിക്കാനുണ്ട്, നമുക്കൊക്കെ പഠിക്കാനുണ്ട് അല്ലേ. അതുമായി ബന്ധപ്പെട്ട് സാധാരണ നമ്മൾ എപ്പോഴും കേൾക്കുന്ന ഒരു പാട്ടില്ലേ, എപ്പോഴും നമ്മൾ ഈ വലിയ പെരുന്നാളൊക്കെ ആവുമ്പോൾ കേൾക്കുന്ന ഒരു പാട്ട്, ആ ഗ്രൂപ്പിലൊക്കെ വരും. അത് ആർക്കറിയാം? കുടുംബ ഗ്രൂപ്പിലൊക്കെ വരും. ആ പാട്ട് ആർക്കാ? നർമിക്കറിയോ? ഉടനെ ആ പാട്ട് അല്ലേ, അതന്നെയാണല്ലേ. ഒന്ന് പാടി വെക്കൂ. ഉടനെ കഴുത്തൻ്റെ ദാറുക്കു ബാപ്പാ, ഉടയോൻ തുണയില്ലേ നമുക്ക് ബാപ്പാ, ഉടനെ കഴുത്തൻ്റെ ദാറുക്കു ബാപ്പാ, ഉടയോൻ തുണയില്ലേ നമുക്ക് ബാപ്പാ, ആറ്റ കനി മോളെ ഇതാ നിന്നിപ്പോ, ഏറ്റം സുഖമെൻ്റെ മനസ്സിലിപ്പോൾ, ആറ്റ കനി മോളെ ഇതാ നിന്നിപ്പോ, ഏറ്റം സുഖമെൻ്റെ മനസ്സിലിപ്പോൾ, നേരം കളയാതെ അറുക്കൂ ബാപ്പാ, നേരെ പിടിവാൾ വെച്ചറുക്കൂ ബാപ്പാ. ഉഷാറായിട്ട് പാടില്ലേ. നമ്മൾ ഏത് സമയത്തും ആ പാട്ട് കേൾക്കുമ്പോൾ ഒരു ഫീലിംഗ് മനസ്സിലേക്ക് വരും അല്ലേ. ആ രംഗം അല്ലേ, ഇബ്രാഹിം നബി അലൈഹി സ്വലാം ഇസ്മായിൽ നബി അലൈഹി സ്വലാമിനെ അറക്കാൻ വേണ്ടി അല്ലേ. ചെറിയ കുട്ടിയാണ്. കാരണം കുട്ടി എന്ന് പറഞ്ഞാൽ ഏറ്റവും ഒരു ഉപ്പ സന്തോഷിക്കുന്ന സമയം എപ്പോഴാണ്? കുട്ടി ഉണ്ടാകുമ്പോൾ. ഒന്ന് കുട്ടി ജനിക്കുമ്പോൾ എന്നാൽ കൂടുതൽ കുട്ടികൾക്ക് രസകരമായി തോന്നുന്ന അവസ്ഥ എപ്പോഴാണ്? നടക്കുമ്പോൾ ഓടിച്ചാടി നടന്ന് ഉപ്പാൻ്റെ കൂടെയൊക്കെ ഇങ്ങനെ കളിച്ചു നടക്കുന്ന പ്രായമാണ്. ആ സമയത്താണ് അള്ളാൻ്റെ കൽപ്പന ഒന്നുണ്ട് അങ്ങനെ അറക്കുക. ശരിക്കും അവിടെ അങ്ങനെ അറക്കാൻ വേണ്ടി അള്ള എന്ത് ചെയ്തതല്ല, കൽപ്പിച്ചതല്ല. ഇബ്രാഹിം നബിയുടെ അനുസരണം എത്രത്തോളം ഉണ്ട് എന്നുള്ളത് അല്ലേ പരീക്ഷിക്കാൻ വേണ്ടി ചെയ്തതാണ്. പക്ഷേ ഇബ്രാഹിം നബി അലൈഹിസ്സലാം അർത്ഥ പോലെ തന്നെയാണ് കത്തി എന്ത് ചെയ്ത് കഴുത്തിൽ വെച്ചിട്ടുണ്ട്. അപ്പോഴാണ് പറഞ്ഞതാണ് ഇബ്രാഹിം അലൈഹി സ്വലാമിന്, ഇബ്രാഹിം താങ്കൾ കൃത്യമായിട്ട് ഈ കടമ നിർവഹിച്ചിരിക്കുന്നു, പകരം ഒരാടിനെ ബലിയറക്കും. അതുകൊണ്ടാണ് ബലി പെരുന്നാളെന്ന് നമ്മൾ പറയണത്. ഹജ്ജിന് പോയ ആൾക്കാരൊക്കെ എന്ത് ചെയ്യും? ബലിയറക്കും. നമ്മളും ബലിയറക്കും. ദുൽഹിജ്ജ 10 എന്ത് ചെയ്യും? നമ്മളും ബലിയറക്കും. ഒരു പേരുണ്ട് ആ ദിവസത്തിന്. ദുൽഹിജ്ജ 10
അന്ന് ബലി അറക്കുന്നത് കൊണ്ട് ആ ദിവസത്തിൻ്റെ പേര് പറയുന്നുണ്ട്. പെരുന്നാൾ ദിവസം നിങ്ങൾ ആരും പറഞ്ഞില്ലേ ഷമീല, ഞങ്ങൾ പറയും യൗമു ആ ഈദുൽ അദ്ഹ എന്നും പറയും. അതുപോലെ ആ ദിവസത്തിന് നമ്മൾ ബലിയൊക്കെ അറക്കുന്നുണ്ട് എന്ത് പറയും? യൗമുൻ നഹർ. യൗമുൻ നഹർ അല്ലേ, അന്നാണ് ബലി അറക്കണത്. നമ്മളും ബലി അറക്കും. അതുപോലെ നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ അല്ലേ ഹജ്ജിന് പോയിട്ടില്ലേ അല്ലേ? നമ്മളെ കുടുംബത്തിൽ നിന്ന് പോയിട്ടുണ്ട് ആരെങ്കിലും? ഹജ്ജിന് പോയിട്ടുണ്ടോ? ഇല്ല. അപ്പോൾ ഹജ്ജിന് പോയ ആളുകളൊക്കെ എന്ത് ചെയ്യും? അവരെന്ത് ചെയ്യും? അന്ന് എല്ലാവരും ആരൊക്കെ ഹജ്ജിന് പോയിട്ടുണ്ട് അത്ര ആൾക്കാർ എന്ത് ചെയ്യും? അവിടെ ബലി ഇറക്കാറുണ്ട് അല്ലേ? ബലി ഇറക്കല്ലേ, അവരെന്ത് ചെയ്യുന്ന പൈസ കൊടുത്തിട്ട് അവിടെ എന്ത് ചെയ്യും? അത് ചെയ്യുന്നുണ്ട്. ബലി ഇറക്കാനുള്ള സംവിധാനങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഏതായാലും ബലി ഇറക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടൊരു ഇബാദത്ത് കൂടിയാണ് അല്ലേ ഇസ്ലാമിൽ. ആ നിലക്ക് നമ്മളെല്ലാവരും കഴിയുന്ന ആളുകളൊക്കെ ഇൻഷാ അല്ലാഹ് നാളെയും അല്ലെങ്കിൽ തൊട്ടടുത്ത ദിവസങ്ങളിലും ഒക്കെ ആയിട്ട് ബലി ഇറക്കാൻ വേണ്ടി തയ്യാറായി നിൽക്കുകയാണ്. അപ്പോൾ ഏതായാലും നമ്മൾ പെരുന്നാളിന്റെ തലേ ദിവസവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പറഞ്ഞു വന്നത്. ഇസ്തിരിട്ട് നിൽക്കുകയാണ്, ഡ്രസ്സൊക്കെ ഇസ്തിരിട്ട്. ഇനി ഒന്ന് ഉറങ്ങി എണീറ്റ അല്ലെ പോകാനായി. അപ്പൊ നമുക്കൊന്ന് ഉറങ്ങിയാലോ? ഇനി ഉറങ്ങല്ലേ? ഇനി ഉറങ്ങി നാളെ രാവിലെ എണീറ്റാൽ എന്തൊക്കെയാന്ന് നോക്കല്ലേ അല്ലെ? അപ്പൊ നമ്മൾ ഉറങ്ങിന്ന് വിചാരിക്കാം. എല്ലാരും ഒരു സെക്കൻഡ് ഉറങ്ങി, അല്ല ഒരു സെക്കൻഡ് അല്ലെ കുറച്ച് സമയം ഉറങ്ങി. എന്നിട്ട് നമ്മൾ ഇൻഷാ അല്ലാഹ് നാളെ എണീറ്റ് കഴിഞ്ഞാൽ പെരുന്നാളാണ്. പെരുന്നാളിന്റെ ഒരു ദിവസത്തിലേക്കാണ് ഇൻഷാ അല്ലാഹ് നമ്മൾ കണ്ണു തുറക്കുന്നത്. അപ്പോൾ അതിന്റെ ഒരു സന്തോഷം വളരെ വലുതായിരിക്കില്ലേ നാളെ രാവിലെ അല്ലേ? സാധാരണ സ്കൂൾക്ക് അല്ലെങ്കിൽ മദ്രസക്ക് പോകാൻ വേണ്ടി എഴുന്നേൽക്കുമ്പോ നല്ല ഉഷാറുണ്ടാവില്ലല്ലോ, ഒന്ന് കിടന്നിട്ട് എന്ത് ചെയ്യും? ഒന്നും കൂടി ഒന്ന് കിടന്നാണ് അല്ലേ? പക്ഷെ പെരുന്നാളാകുമ്പോൾ അങ്ങനെയല്ലേ, കുട്ടികളൊക്കെ ചിലപ്പോൾ വലിയ ആൾക്കാർ എണീക്കുമ്പോൾ എണീക്കും, ചെറിയ മക്കൾ നേരത്തെ എണീക്കും. കാരണം പെരുന്നാളാണ്, പള്ളിയിൽ പോകണം. ചിലപ്പോ സുബഹിന്റെ നേരത്തൊക്കെ ആയോ എന്നൊക്കെ വിചാരിച്ചു സുബഹിന്റെ മുമ്പൊക്കെ ഒരു എണീക്കും. അങ്ങനെ എണീക്കലുണ്ടോ? ഈ സ്കൂളിൽ നിന്ന് ടൂറൊക്കെ പോകുമ്പോഴൊക്കെ അങ്ങനെ എത്ര ആയാലും രാവിലെ ആവില്ല. അതുപോലെ തന്നെയാണ് പെരുന്നാളിനൊക്കെ വലിയ സന്തോഷമാണ്. നമുക്ക് രാവിലെ പ്രത്യേകതയാണ്, സന്തോഷിക്കാനുള്ള ദിവസമാണ്. എത്ര 8 മണിക്ക് തന്നെ നേരത്തെ ഉറങ്ങും അല്ലെ? അൽഹംദുലില്ലാഹ്. ഇശാ കഴിഞ്ഞ ഉടനെ ഉറങ്ങും നേരത്തെ എണീക്കാൻ വേണ്ടിട്ട്. അപ്പൊ നമ്മളും അതുപോലെ തന്നെ നേരത്തെ ഉറങ്ങുക, എന്നിട്ട് നേരത്തെ എണീക്കുക. സുബഹും പറ്റുമെങ്കിൽ സുബഹിന്റെ മുമ്പ് തഹജ്ജുദും ഒക്കെ നമസ്കരിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നു? ഇത്തരത്തിലുള്ള ഇനി രാവിലെ ആയിക്കഴിഞ്ഞാൽ, ഇപ്പൊ നാളെ പെരുന്നാളിന്റെ പുലരിയിലേക്ക്, പെരുന്നാളിന്റെ സുദിനത്തിലേക്ക് നമ്മൾ കടന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? പള്ളിയിൽ പോകുന്നോ ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഈദ്ഗാഹിൽ പോകുന്നോ ബന്ധപ്പെട്ട് എന്തൊക്കെയാണ്? അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്തായി പഠിപ്പിച്ച കാര്യങ്ങളുണ്ട്. എന്തൊക്കെയാണ്? അത്തർ പൂശുക, അതൊരു സുന്നത്തായി പഠിപ്പിച്ച തന്നെ. സുഗന്ധം പൂശുക അല്ലേ? പിന്നെ അത്ര പൂശുന്നതിന് മുമ്പ് എന്തെങ്കിലും ധരിക്കണല്ലേ? ഒന്നും ധരിക്കാതെ കുളിക്കുവാണല്ലോ. ശരിയാ, ഡ്രസ് അതിന്റെ മുമ്പ് കുളിക്കാതെ ഡ്രസ് ഇട്ടിട്ട് ആൾക്കാർക്ക് മനസ്സിലാവില്ലല്ലോ, നല്ല സ്മെല്ലുണ്ട് അല്ലെ? സുഗന്ധം പൂശിയൊരു അവസ്ഥയാണ്. പുതിയ ഇതാണ് പറഞ്ഞ പോയിന്റ് അല്ലെ? പെരുന്നാൾ ദിനം എന്നുള്ള നിലക്ക് പ്രത്യേകമായൊരു നിയത്തോടു കൂടി നല്ല ക്ലിയറായി നല്ല ശുദ്ധമായ രീതിയിൽ കുളിക്കുക. പെരുന്നാൾക്കൊരു നന്നായി കുളിക്കുക, അതൊരു പ്രത്യേക സുന്നത്താണ്. അതെ. പിന്നെ ഉള്ളതിൽ നല്ല വസ്ത്രം, പുതുവസ്ത്രം എടുക്കാൻ കഴിയുമെങ്കിൽ പുതുവസ്ത്രം എടുത്തിട്ട് പുതുവസ്ത്രം തന്നെ ധരിക്കുക. ഇല്ലെങ്കിൽ ഉള്ളതിൽ ഏറ്റവും നല്ല വസ്ത്രം ധരിക്കുക, അതൊരു സുന്നത്താണ് അല്ലെ റഫീഖ? പിന്നെ സുഗന്ധം പൂശുക. പിന്നെ നേരത്തെ പള്ളിക്ക് പുറപ്പെടുക, അത് അങ്ങനെ തന്നെ പറയണല്ലേ? അതെ അതെ. അല്ല, സുഗന്ധം പൂശി ഡ്രസ്സൊക്കെ ഇട്ടു, പുതിയ ഡ്രസ്സാണ്, ഒന്നും ചൊല്ലാതെ പുതിയ ഡ്രസ്സ് ഇട്ട് സുഗന്ധം പൂശി പോവുകയാണ് പള്ളിയിലേക്ക്. അതെ, ആണുങ്ങൾക്കാണ്. പുറത്തേക്ക് പോകുമ്പോൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. പുറത്തേക്കൊക്കെ പോകുമ്പോൾ ആണുങ്ങളാണ് സുഗന്ധം പൂശുക. പിന്നെ ഞാൻ ചോദിച്ചതാണ്, പുതിയ ഡ്രസ്സ് ഇട്ടിട്ട് ഒറ്റടിക്കാണ്ട് ഓടി പോവുക. ഇത് തന്നത് അള്ളാഹു അല്ലേ? അപ്പൊ അള്ളാഹുവിന് നമ്മള് ശുക്ർ പറയണ്ടേ? അള്ളാഹുവിന് ഹംദ് പറയണം അല്ലെ? അപ്പൊ എന്താണ് പുതുവസ്ത്രം ധരിക്കുമ്പോഴുള്ള പ്രാർത്ഥന? പ്രത്യേകിച്ച് നമ്മൾ ഈ പെരുന്നാളിന്റെ സമയത്ത് അത് കേൾക്കുക. കാരണം പെരുന്നാൾക്കാണല്ലോ എല്ലാവർക്കും പുതുവസ്ത്രം കാര്യമായിട്ട് കിട്ടുക. മാത്രമല്ല സുന്നത്തുകളൊക്കെ ഓർക്ക് അപ്പാണ്. അതെ, കല്യാണത്തിന് പുതിയ വസ്ത്രം ധരിക്കുമ്പോൾ ആരും ശ്രദ്ധിക്കൂല. എല്ലാവരും കല്യാണത്തിന് ശ്രദ്ധിക്കില്ല അല്ലേ? പൊതുവെ നമ്മള് പെരുന്നാളാകുമ്പോൾ ഒന്നുകൂടി എന്ത് ചെയ്യും? ആ കാര്യം ശ്രദ്ധിക്കും. പഠിക്കേണ്ട ഒരു പ്രാർത്ഥനയാണ് അല്ലേ? നമുക്ക് പ്രാർത്ഥന പഠിക്കല്ലേ? ഒന്ന് പഠിക്കാം. അല്ലാഹുമ്മ ലക്കൽ ഹംദു അൻത കസൗതനീഹി അസ്അലുക മിൻ ഖൈരിഹി വഖൈരി മാ സുനിഅ ലഹു വഅഊദു ബിക മിൻ ശർരിഹി وشر ما
വശർരി മാ സുനിഅ ലഹു. സുനിഅ ലഹു. എന്ന് വെച്ചാൽ അള്ളാഹുവിനോട് നമ്മൾ പറയും, അള്ളാഹുവേ നിനക്കാണ് സർവസ്തുതി, അല്ലാഹുമ്മ ലക്കൽ ഹംദു അൻത കസൗതനിഹി. ആരാണ് ഈ വസ്ത്രം തന്നത്? അള്ളാഹു, നീയാണ് എന്നെ ഇത് ധരിപ്പിച്ചത്. എന്നിട്ട് അള്ളാഹുവോട് ചോദിക്കാണ്, അസ്അലുക മിൻ ഖൈരിഹി വ ഖൈരി മാ സുനിഅ ലഹു. ഈ വസ്ത്രവുമായി ബന്ധപ്പെട്ട എല്ലാ നന്മയും അള്ളാഹുവിനോട് ചോദിക്കാണ്. വ അഊദു ബിക മിൻ ശർരിഹി വ ശർരി മാ സുനിഅ ലഹു. എല്ലാവിധ ഈ വസ്ത്രം കൊണ്ടുണ്ടാവുന്ന എല്ലാവിധ പ്രയാസങ്ങളിൽ നിന്ന്, ഷെറുകളിൽ നിന്ന്, അതെ, നിന്നോട് ഞാൻ കാവൽ ചോദിക്കുകയാണ് എന്ന് പ്രാർത്ഥിക്കണം. അപ്പൊ ഒന്നുകൂടി എല്ലാവരും പ്രാർത്ഥിച്ച്, അല്ലാഹുമ്മ ലക്കൽ ഹംദു അല്ലാഹുമ്മ ലക്കൽ ഹംദു അൻത കസൗതനീഹി അൻത കസൗതനീഹി അസ്അലുക മിൻ ഖൈരിഹി അസ്അലുക മിൻ ഖൈരിഹി വ ഖൈരി മാ وخير ما സുനിഅ ലഹു صنع له വഅഊദു ബിക മിൻ ശർരിഹി وأعوذ بك من شره വശർരി മാ സുനിഅ ലഹു. وشر ما صنع له. അപ്പൊ ഈ ഒരു പ്രാർത്ഥന ഇന്ന് രാത്രി പഠിക്കാത്തവരുണ്ടെങ്കിൽ ഇന്ന് രാത്രി എന്തായാലും പഠിച്ചു വെക്കണം. നാളെ രാവിലെ നമ്മൾ പുതുവസ്ത്രമൊക്കെ ധരിച്ച് കഴിഞ്ഞ സമയത്ത് നമ്മൾ ഈ ഒരു പ്രാർത്ഥന ചൊല്ലണം, അല്ലേ? ഓക്കെ, അൽഹംദുലില്ലാഹ്. അപ്പൊ പുതുവസ്ത്രം ധരിച്ചു, പിന്നെ പുരുഷന്മാരാണ് സുഗന്ധമൊക്കെ പൂശി എന്നൊക്കെ പറഞ്ഞു. പിന്നെ പള്ളിയിലേക്ക് പോകണം, അല്ലേ? എങ്ങനെയാണ് പോകേണ്ടത്? പോയ വഴി പിന്നെ തിരിച്ചു അതൊരു പ്രത്യേകതയാണ്. അതിന് മുമ്പ് നമ്മള് പരം നടന്നു പോകാൻ ശ്രദ്ധിക്കും അല്ലേ? പള്ളിയിലേക്ക് നടന്നു പോകുക. അതെ, നടന്നു പോകാൻ പറ്റുന്ന ദൂരത്തൊക്കെ ആണെങ്കിൽ നടന്നു പോകുക. കാരണം നടന്നു പോകുമ്പോഴാണ് എല്ലാവരും ഒരുമിച്ച് യാത്ര ചെയ്ത് റോഡിലുള്ള ആളുകളെയൊക്കെ പരസ്പരം കാണും, അവർക്കൊക്കെ ആശംസ കൈമാറും. തക്ബീർ ചൊല്ലിക്കൊണ്ട് എന്ത് ചെയ്യണം? പള്ളിയിലേക്ക്. ഇന്ന് പൊതുവെ അതൊന്നും കാണലില്ല, അല്ലേ? ശരി, മാത്രമല്ല ഈ ജമാഅത്ത് നമസ്കാരങ്ങൾക്കായാലും ഒക്കെ പള്ളിയിലേക്ക് നടന്നു പോകുന്നതിനാണല്ലോ പുണ്യം കൂടുതൽ. ചില ആളുകളൊക്കെ എന്താ പറയുന്നത്? പള്ളിയിൽ പോവും. അപ്പൊ ഈ ഒരു പെരുന്നാളിനും നമ്മൾ ഈദ്ഗാഹ് ഉണ്ടാവും ചില സ്ഥലത്തൊക്കെ. പക്ഷെ ഇപ്രാവശ്യം മഴയും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു സന്ദർഭമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ പല സ്ഥലത്തും പള്ളിയിൽ വെച്ചിട്ട് തന്നെയാണ് നമസ്കാരം ഉള്ളത്. എന്നാലും അപൂർവം ചിലയിടത്തൊക്കെ സൗകര്യമുള്ളിടത്ത് ഈദ്ഗാഹുകൾ ഇപ്രാവശ്യവും കാണുന്നുണ്ട്. അപ്പൊ ഏതായാലും ഈദ്ഗാഹുകളിലേക്കോ പള്ളിയിലേക്കോ ഒക്കെ നമ്മൾ എന്ത് ചെയ്യുന്നു? പോകുന്നു. ഈ പറഞ്ഞ പോലെ നേരത്തെ പോകുന്നു, ഒന്നിച്ചു പോകുന്നു, തെക്കുബീറുകൾ ഒന്നിച്ച് ചൊല്ലുന്നു. നമുക്ക് ഒന്നിച്ചൊരു തെക്കുബീർ ചൊല്ലിയാലോ? അല്ലേ? നമ്മൾ ആ സമയത്താണ് ഇപ്പൊ ഉള്ളത്. പള്ളിയിലേക്ക് പോവുകയാണല്ലോ, അല്ലേ? ആ സമയത്ത് തെക്കുബീർ ചൊല്ലിക്കൊണ്ട് എന്ത് ചെയ്യണം? പോകണം കേട്ടോ. അപ്പൊ തെക്കുബീർ ചൊല്ലാം. തെക്കുബീർ എല്ലാവർക്കും അറിയാം, അല്ലേ? നമ്മളെ ആവേശത്തിൽ എല്ലാ പെരുന്നാൾക്കും നന്നായി ചൊല്ലുന്നതാണ്. ബലിപെരുന്നാളാകുമ്പോൾ പ്രത്യേകത ഉണ്ട്. കാരണം ഇന്ന് മാത്രല്ല, അല്ലെങ്കിൽ നാളെ പെരുന്നാളിന്റെ ദിവസത്തിൽ മാത്രല്ല, പിന്നെയോ ദുൽഹിജ്ജ 9 പറഞ്ഞപ്പോ ഇന്ന് രാവിലെ ഇവിടെ പോകുന്ന മാസം കണ്ട് 10 ദുൽഹിജ്ജ 9 രാവിലെ, അല്ലേ? സുബഹി മുതൽ നമുക്ക് എന്ത് ചെയ്യാം? ചൊല്ലി തുടങ്ങാം. എന്ത്? തക്ബീർ. നമസ്കാര ശേഷം അല്ലാതൊക്കെ എന്ത് ചെയ്യുക? തക്ബീർ ചൊല്ല. ഏതുവരെ ചെല്ല? ഏതുവരെ ചെല്ല? ബലിപെരുന്നാളിന് ഏതുവരെ ചെല്ല? ചെറിയ പെരുന്നാളാകുമ്പോ അല്ലെങ്കിൽ ഈദുൽ ഫിത്തർ ആകുമ്പോ നമ്മൾ ആ ദിവസം നമസ്കാരം വരെ സമയമുള്ളൂ, അല്ലെ? പക്ഷേ ബലിപെരുന്നാളാകുമ്പോ അന്ന് മാത്രമേ ഉള്ളൂ, പെരുന്നാളിന്റെ അന്ന് മാത്രമേ തെക്കുബീർ ഉള്ളൂ? അല്ല, പിന്നെ തൊട്ടടുത്ത 3 ദിവസം അയ്യാമുത്ത് തശ്രീഖ്, അല്ലേ? അയ്യാമുത്ത് തശ്രീഖ് കേട്ടിട്ടില്ലേ? അതായത് ഹജ്ജിന്റെ കർമ്മങ്ങൾ നടക്കുന്ന ദിവസം തന്നെയാണത്, അല്ലേ? ഹജ്ജിന്റെ ദുൽഹിജ്ജ 11, 10 പെരുന്നാള്, 11, 12, 13 അസർ വരെ. മനസ്സിലായില്ലേ? മഗ്‌രിബായ എന്ത് ചെയ്ത് അടുത്ത ദിവസത്തേക്ക് പോയി, അല്ലേ? ഇത് പ്രകാരം എന്താണ്, അല്ലേ? സൂര്യന്റെ ചന്ദ്രന്റെ ചലന പ്രകാരം എന്താണ്? മഗ്‌രിബായ അടുത്ത ദിവസത്തേക്ക് മാസം കാണുന്നപ്പോഴാണ് മഗ്‌രിബിന് ശേഷമാണ്. അപ്പോൾ വേറെ അറബി മാസ പ്രകാരം അടുത്ത ദിവസത്തേക്ക് എത്തി. അപ്പൊ അസർ വരെ എന്ത് ചെയ്യാ? തെക്കുബീർ. അപ്പൊ നമുക്ക് ഇപ്പൊ ഒരു തെക്കുബീർ ചൊല്ലാം, അല്ലേ? തുടങ്ങിക്കോളൂ. അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ് അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. ഓക്കേ, അൽഹംദുലില്ലാഹ്. നമുക്ക് ഈ ഒരു തക്ബീർ എത്ര ചൊല്ലിയാലും മതി വരുന്നില്ല. അത്രയും എല്ലാവരും ഒരുമിച്ചിരുന്ന് ചെല്ലുന്ന ഒരു സന്തോഷം വേറെ തന്നെയാണ്, അല്ലേ? മാത്രമല്ല പറയുന്ന കാര്യം അല്ലാഹു അക്ബർ, അല്ലാഹു ആണ് ഏറ്റവും വലിയവൻ എന്നൊക്കെ പറഞ്ഞ്
അള്ളാഹുവിൻ്റെ മഹത്വത്തെ ഇങ്ങനെ പ്രകീർത്തിച്ചു കൊണ്ടേയിരുന്നാൽ നമുക്ക് മതിയാവില്ല. അള്ളാഹു അക്ബർ എത്ര പറഞ്ഞാലും വലില്ലാഹിൽ ഹംദ് പറഞ്ഞാൽ ഒക്കെ നമുക്ക് മതി വരില്ല. നമുക്ക് ഇൻഷാ അല്ലാഹ് ഇനിയും അടുത്തൊരു എപ്പിസോഡ് നമുക്ക് വരാനുണ്ട്, പെരുന്നാളിൻ്റെ അന്ന് നാളെ ഒരു എപ്പിസോഡ് വരാനുണ്ട്. അപ്പോൾ നമ്മൾ ഇൻഷാ അല്ലാഹ് തൽക്കാലം ഇവിടെ അവസാനിപ്പിക്കാൻ പോവാണ്. അതോടൊപ്പം ഈദ്ഗാഹിൽ എത്തിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, നമ്മളെല്ലാവരെയും കാണണം. എല്ലാവരെയും കണ്ട് കുടുംബക്കാർ മാത്രമല്ല, നമ്മുടെ കൂട്ടുകാരികളുണ്ടാവും, അയൽവാസികളുണ്ടാവില്ലേ, അവരൊക്കെ കണ്ട് എന്ത് ചെയ്യണം, നമ്മൾ അവർക്ക് സലാം പറഞ്ഞ് പെരുന്നാൾ ആശംസ കൈമാറണം. എങ്ങനെ കൈമാറുക? തഖബ്ബലല്ലാഹു മിന്നാ വമിൻകും എന്ന് പറഞ്ഞ് അല്ലേ അവരെ പരസ്പരം ഒന്ന് ചേർത്ത് പിടിച്ച് ആ സന്തോഷം അല്ലേ നമ്മൾ പങ്കിടണം ഇൻഷാ അല്ലാഹ്. അതെ, അപ്പോൾ നാളെ ഈ അടുത്ത എപ്പിസോഡിൽ നമുക്ക് വീണ്ടും ശ്രോതാക്കളോടൊപ്പം ചേരാം. അതേപോലെ തന്നെ നമ്മളൊക്കെ ശ്രദ്ധിക്കണം, നാളെ പെരുന്നാൾ ദിനത്തിൽ പെരുന്നാളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യുന്നതോടൊപ്പം തന്നെ പീസ് റേഡിയോയിൽ കുട്ടികൾക്കുള്ള ഒരുപാട് പ്രോഗ്രാമുകൾ, സ്റ്റാർ ക്വസ്റ്റും അതുപോലെ ട്രഷർ ഹണ്ടും പൂമരത്തണിലെ അടുത്തൊരു എപ്പിസോഡും ഒക്കെ വരാനിരിക്കുന്നുണ്ട്. ഈ പ്രോഗ്രാമുകളെല്ലാം പെരുന്നാൾ ദിനത്തിൽ കേൾക്കാനും കൂടി ശ്രദ്ധിക്കുക. നല്ലൊരു പെരുന്നാൾ നമുക്ക് എല്ലാവർക്കും ആഘോഷിക്കാനുള്ള തൗഫീഖ് അള്ളാഹു നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.